ഹായ് എവരിവൺ, നമുക്ക് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എയർ പൊല്യൂഷൻ എന്താണെന്ന് പറയാം. അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസസും അതുപോലെ തന്നെ സോളിഡ് പാർട്ടിക്കിൾസും കമ്പൈൻ ചെയ്ത് അതിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് റീസൺ ആവുന്നത് ഡസ്റ്റ്, കെമിക്കൽസ് ഫ്രം ഇൻഡസ്ട്രീസ്, കാർ എമിഷൻസ്, ഇതൊക്കെയാണ്. സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അതിനകത്ത് 3 മെയിൻ സോഴ്സസ് ആണ് പറയുന്നത്. സോഴ്സസ് ഓഫ് പാർട്ടിക്കുലേറ്റ്സ്, സോഴ്സസ് ഓഫ് പാർട്ടിക്കുലേറ്റ് എമിഷൻ ആൻഡ് സോഴ്സസ് ഓഫ് ഗ്യാഷ്യസ് കണ്ടാമിനൻസ്. ഇനി നമുക്ക് സോഴ്സസ് ഓഫ് പാർട്ടിക്കുലേറ്റ്സ് എന്താണെന്ന് നോക്കാം. അതിനകത്ത് 2 മെയിൻ സോഴ്സസ് ആണ് വരുന്നത്. നാച്ചുറൽ സോഴ്സസും അതുപോലെ തന്നെ ആന്ത്രോപോജനിക് സോഴ്സസും. നാച്ചുറൽ സോഴ്സസിൽ വരുന്നതാണ് സീ സ്പ്രേ, വോൾക്കാനിക് ഇറപ്ഷൻസ്, ഡസ്റ്റ് സ്റ്റോംസ്, വിൻഡ് ഡ്രിവൺ ഡസ്റ്റ് ഫ്രം സോയിൽ. ഇതൊക്കെ ഇങ്ങനത്തെ നാച്ചുറൽ പ്രോസസ്സ് കാരണം ഓരോ വർഷവും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് 800 മുതൽ 2000 ടൺ പാർട്ടിക്കുലേറ്റ്സ് ആണ്. ഇനി ആന്ത്രോപോജനിക് സോഴ്സസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് പവർ പ്ലാന്റ്, മൈനിങ് ഓപ്പറേഷൻസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, ദെൻ സ്മെൽട്ടേഴ്സ്. ഇതെല്ലാം ആന്ത്രോപോജനിക് പ്രോസസ്സ് കാരണം ഓരോ വർഷവും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത് 600 മുതൽ 1350 മില്യൺ ടൺ പാർട്ടിക്കുലേറ്റ്സ് ആണ്. പിന്നെ എയർ പൊല്യൂഷന് കാരണമാകുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മെറ്റൽ കണ്ടൈനിങ് ഫ്യൂവൽസിനെ ബേൺ ചെയ്യിക്കുമ്പം മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുകയും അത് എയർ പൊല്യൂഷന് കാരണമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യുമ്പം അത് എയറോസോൾ മിസ്റ്റിനെ ജനറേറ്റ് ചെയ്യാൻ കാരണമാവുന്നു. അതായത് അമോണിയ, കാൽഷ്യം ഓക്സൈഡ്, ഇതൊക്കെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അമോണിയം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, ഇങ്ങനത്തെ സോൾട്ട് പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു. എയർ പൊല്യൂഷന് കാരണമാവുന്ന നാച്ചുറൽ സോഴ്സസ് അതുപോലെ തന്നെ ആന്ത്രോപോജനിക് സോഴ്സസ് ഒക്കെയാണ് ഈ കാണിക്കുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് എയർ പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കണ്ടു തുടങ്ങിയത് ഭോപ്പാൽ ട്രാജഡി, അതുപോലെ തന്നെ വെസ്റ്റ് കൺട്രീസിലുണ്ടായ ആസിഡ് റെയിൻ, ഇതിനൊക്കെ ശേഷമാണ് എയർ പൊല്യൂഷൻ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് കണ്ടു തുടങ്ങിയത്. ഫസ്റ്റ് കാലങ്ങളിൽ വുഡായിരുന്നു എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ കോൾ കണ്ടുപിടിച്ച ശേഷം എനർജി സോഴ്സിൻ്റെ പൊസിഷനിൽ വുഡിനെ റീപ്ലേസ് ചെയ്ത് കോളിനെ കൊണ്ടുവരാൻ തുടങ്ങി. ആ സമയങ്ങളിൽ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 14th സെഞ്ച്വറിയിൽ കോളിനെ കൊണ്ടുവന്ന സമയം തൊട്ട് തന്നെ എയർ പൊല്യൂഷൻ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. ആ സമയം തൊട്ട് ഈ സമയം വരെയും അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പല കൺട്രീസിലും, വേൾഡിലെ പല കൺട്രീസിലും ഫ്യൂവൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളിനെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു മേജർ എനർജി സോഴ്സായിട്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം ഇപ്പോഴും ഒരു മേജർ ഇഷ്യൂ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭോപ്പാൽ ട്രാജഡി, ആസിഡ് റെയിൻ, സ്മോഗ്, ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് എയർ പൊല്യൂഷനിലും അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് പാർട്ടിക്കുലേറ്റ്സിലും പറയാനുള്ളത്. ഓക്കെ ആൻഡ് താങ്ക് യു.